പുതിയതിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. നമുക്ക് നോക്കാം, വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. 4 വർഷ ബിരുദ, 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നമുക്ക് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠന വകുപ്പുകളിലെ അഞ്ച് വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും അഫിലിയേറ്റഡ് കോളേജുകളിലെ ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കും SC/ST വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഒഴിവുകളിലേക്കുമുള്ള സപ്ലിമെന്ററി അഡ്മിഷൻ നടത്തുന്നതിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടും എന്നതിനാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും പ്രവേശനത്തിനായി കോളേജിൽ ഹാജരാവേണ്ടതില്ല. അതായത് റാങ്ക് ലിസ്റ്റിനായി ഉൾപ്പെട്ടത് എല്ലാവരും നിങ്ങൾ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 31/7/2026 മുതൽ 07/8/2026, അതായത് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 7 വരെ അഡ്മിഷൻ നടക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 31 മുതൽ എന്ത് ചെയ്യും, ജൂലൈ 7 വരെ അഡ്മിഷൻ നടക്കുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യോഗ്യരായ വിദ്യാർത്ഥികളെ വേക്കൻസിക്കനുസൃതമായി കോളേജ് അധികൃതർ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പർ മുഖാന്തരം ബന്ധപ്പെടുന്നതായിരിക്കും. അതായത് നിങ്ങൾ ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 7 വരെയുള്ള ദിവസങ്ങളിലേക്ക് കോളേജിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് യോഗ്യരായ വിദ്യാർത്ഥികളെ വേക്കൻസിക്കനുസൃതമായി കോളേജ് അധികൃതർ നിങ്ങളുടെ അപേക്ഷയിൽ നൽകിയ മൊബൈൽ നമ്പർ മുഖാന്തരം നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇതിനകം പ്രവേശനം ലഭിച്ച് അപേക്ഷകർ സ്പോട്ട് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ പ്രവേശനത്തിനായി ഹാജരായി പ്രവേശനം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മുൻപ് ലഭിച്ച കോളേജിൽ നിന്നും TC വാങ്ങേണ്ടതുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങൾ പുതിയൊരു കോളേജ്, സ്പോട്ട് അഡ്മിഷനിൽ പുതിയൊരു കോളേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം പുതിയ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ പ്രവേശനം കൺഫേം ചെയ്യണം. അത് ഒരു കോളേജിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ പുതിയ കോളേജിൽ പോയിട്ട് പ്രവേശനം കൺഫേം ചെയ്യണം. എന്നിട്ട് മാത്രമേ പഴയ കോളേജിൽ നിന്ന് TC വാങ്ങാൻ, അത് ആദ്യം നിങ്ങൾ പുതിയ കോളേജിൽ പോയി പ്രവേശനം കൺഫേം ചെയ്യണം. എന്നിട്ടാണ് പുതിയ കോളേജിൽ പ്രവേശനം ഉറപ്പാക്കിയ ശേഷമാണ് പഴയ കോളേജിൽ നിന്നും TC വാങ്ങേണ്ടതുള്ളൂ എന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നു. അതായത് പുതിയ കോളേജിൽ പ്രവേശനം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പഴയ കോളേജിൽ നിന്നും TC വാങ്ങേണ്ടതുള്ളൂ. അപ്പോൾ അഡ്മിഷനായി നിങ്ങൾ കോളേജിലേക്ക് ഓടേണ്ടതില്ല. നിങ്ങളെ അപേക്ഷ നൽകിയിരുന്ന മൊബൈൽ നമ്പർ മുഖാന്തരം വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും, യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ പുതിയ കാണുന്ന മെയിൻ സ്കൃത ഫോൺ സ്ക്രിയ ഫോട്ടോ തകരാൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.